സമീപ ആഴ്ചകളിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിന് നേരെ റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തി 87.42 എന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞത്. ഇത് ഈ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ്. വിപണി നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ജൂലൈ മാസത്തിൽ മാത്രം രൂപ 1.9% ഇടിഞ്ഞ് ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു ഇടിവ് രൂപ രേഖപ്പെടുത്തിയത് 2022 സെപ്റ്റംബറിലായിരുന്നു. അന്ന് 2.32% ഇടിവ്. രൂപയുടെ ഈ മൂല്യത്തെക്കുറിച്ച് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിലും സാധാരണക്കാരുടെ ജീവിതത്തിലും വിവിധ രീതികളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. രൂപയുടെ മൂല്യം ഇടിയുന്നതിന് പ്രധാന കാരണങ്ങൾ അമേരിക്ക ഇന്ത്യക്കെതിരെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ്. രൂപയുടെ മൂല്യം ഇടിയാൻ ഒരു പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 20 മുതൽ 25% വരെ ചുങ്കം ചുമത്തുമെന്ന് പ്രസ്താവിച്ചത് വിപണിയിൽ ആശങ്ക സൃഷ്ടിച്ചു. നിലവിൽ ഈ വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. 15% താഴെയാകണം എന്നതാണ് ഇന്ത്യയുടെ ആവശ്യം. അടുത്ത മാസം ഇക്കാര്യത്തിൽ ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. ഈ അനിശ്ചിതത്വം രൂപയുടെ മൂല്യത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ കുതിച്ചുചാട്ടം രൂപയുടെ മൂല്യം ഇടിയുന്നതിനുള്ള മറ്റൊരു പ്രധാന ഘടകമാണ്. ഇന്ത്യയുടെ മൊത്തം എണ്ണ ആവശ്യകതയുടെ ഏകദേശം 85% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമ്പോൾ കൂടുതൽ ഡോളർ മുടക്കി എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരത്തിന്മേൽ സമ്മർദ്ദം വർദ്ധിക്കുകയും രൂപയുടെ മൂല്യം കുറയാൻ ഇടിയുകയും ചെയ്യുന്നു. ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $71 പിന്നിട്ട് ആശങ്കാജനകമാണ്. ക്രൂഡ് ഓയിൽ വില ഇനിയും വർദ്ധിച്ച് രൂപയുടെ മൂല്യം കൂടുതൽ ഇടിയാൻ സാധ്യതയുണ്ട്. ക്രൂഡ് ഓയിലിന് പുറമെ സ്വർണ്ണ വിലയും വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ സ്വർണത്തിന്റെ ഒരു വലിയ ഇറക്കുമതി രാജ്യമാണ്. സ്വർണ്ണവില വർദ്ധിക്കുന്നത് വിദേശ നാണ്യത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും രൂപയുടെ മൂല്യത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും.